സത്യത്തിൽ അത് ക്രിസ്തുവിന്റെ ആ അവസാന ദിവസങ്ങളിലെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു പ്രവൃത്തിയായിരുന്നു. പരസ്യ പ്രവൃത്തിയായിട്ട് ഏറ്റവും അവസാനം ക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതാണ്. സത്യത്തിൽ അതുവരെ ക്രിസ്തു പറഞ്ഞിരുന്ന ഞാനൊരു പുതിയ സന്ദേശം തരുന്നു, പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞാണ് വരുന്നത്. പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അതിനിടയിൽ ചില സൂചനകൾ ഉണ്ടെങ്കിലും ക്രിസ്തു അതുവരെ പറഞ്ഞതിന്റെ ഒരു നിഷേധമായി ക്രിസ്തുവിന് തന്നെ പെരുമാറേണ്ടി വന്നതുപോലുള്ള ഒരു സംഭവമായി മാറിയോ? ഇല്ല, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ, ഈ അന്നത്തെ യഹൂദ സമൂഹത്തിൽ സദൂക്യർ എന്നും പരീശന്മാരെന്നും രണ്ടു കൂട്ടരാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ പുതിയ നിയമത്തിൽ കാണുന്ന ആളുകൾ. അപ്പോ സദൂക്യർ എന്ന് പറയുന്നത് അധികാരവർഗവുമായി അധീശവർഗവുമായി സന്ധി ചെയ്ത് കൃഷിക്കാരെയും തൊഴിലാളികളെയും അതുപോലുള്ള ആളുകളെയും ഒക്കെ കീഴാളവർഗത്തെ ചൂഷണം ചെയ്യുന്ന യഹൂദന്മാരിൽ തന്നെയുള്ള ആളുകളായിരുന്നു. അവർക്കെതിരെയുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടാണ് ക്രിസ്തുവിന്റെ ഇതിനെ കാണേണ്ടത് എന്ന് വിമോചന ദൈവശാസ്ത്രത്തിൽ പറയുന്നത് ആശയത്തിന്റെ ഒരു ഭാഗമാണത്. അപ്പൊ അതുകൊണ്ട് ആ ആശയം തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടായിരുന്നു. സത്യത്തിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു ക്രിസ്തീയ ദർശനത്തിൽ അധിഷ്ഠിതമായ സംഘം സത്യത്തിൽ ഇതുപോലെ തന്നെ അടിമകളുടെയോ പാവപ്പെട്ടവരുടെയോ മീൻപിടുത്തക്കാരുടെയോ ഒക്കെ ഒരു സംഘം തന്നെ ആയിരുന്നു. അത് റോമ സാമ്രാജ്യവുമായി അത് എടറി നിൽക്കുന്നുണ്ട്. പൗലോസും പത്രോസും ഒക്കെ നീറോ ചക്രവർത്തിയുടെ കാലത്ത് നിന്ന് വിശ്വസിക്കപ്പെടും വിധം രക്തസാക്ഷികളാവുന്നുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യമല്ലേ സത്യത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ തുടക്കം? അല്ല, അതിന് സംശയമില്ലല്ലോ. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് രാജകീയ മതമായി മാറിയത് 4-ാം നൂറ്റാണ്ടിലാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പോ സഭയിലെ ഈ വിശ്വാസങ്ങൾ ക്രോഡീകരിക്കാനുള്ള മെത്രാൻ സഭകളുടെ യോഗത്തിന് സുന്നഹദോസ് എന്നാ പറയാ. ആദ്യത്തെ സുന്നഹദോസ് ചക്രവർത്തിയെ വിളിച്ചുകൂട്ടിയത് എന്താ കാരണം? ഈ ക്രിസ്തു മതത്തിനകത്തുള്ള ആളുകൾ തമ്മിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരുപാട് വൈജാത്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ ഒഴിവാക്കി എല്ലാം ഒരു മോണോലിത്തിക് ആയിട്ടുള്ള ഒരു ഹോമോജിനിറ്റി കൊണ്ടുവരാനായിട്ട്, ഒരു ഏകശിലാഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിനകത്തെ സമാധാനം നിലനിർത്താനുള്ള ഏർപ്പാടായിട്ടാണ് ഈ ബിഷപ്പുമാരൊക്കെ വിളിച്ചുകൂട്ടിയത്. അപ്പൊ വാസ്തവത്തിൽ ഒരു ഘടന ഉണ്ടാകുന്നതും അങ്ങനെ ഈ ലളിതമായ വിശ്വാസത്തിന്റെ കൂട്ടായ്മ അപജയത്തിലേക്ക് പതുക്കെ വഴി നടക്കാൻ തുടങ്ങുന്നതും ഈ ചക്രവർത്തിയുടെ മാനസാന്തരത്തിന് ശേഷമാണ്. അതിനു മുൻപ് ഇതെല്ലാം വിശ്വസിക്കുന്ന ആളുകൾ പീഡനമുണ്ടെന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കും. മാവോയിസ്റ്റുകൾ. ചക്രവർത്തി തന്നെ അദ്ദേഹത്തിന്റെ സിംഹാസനം മോഹിച്ചിരുന്ന മറ്റൊരു ചക്രവർത്തി അവകാശിയുമായിട്ടുള്ള തർക്കത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അദ്ദേഹം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനി ആയില്ല എന്ന് പോലും പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനി ആയില്ല, അദ്ദേഹം ഈ ക്രിസ്തുമതത്തെ അംഗീകരിച്ചതേ ഉള്ളൂ, അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ ക്രിസ്ത്യാനി ആയില്ല, അദ്ദേഹത്തിന്റെ അമ്മ ക്രിസ്ത്യാനിയായി, ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. ഏതായാലും അധികാരഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ പറയായിരുന്നു, ഒരു നല്ല മനുഷ്യൻ ജീവിച്ചിരുന്നാൽ അദ്ദേഹത്തെ ഒന്നുകിൽ കുരിശിൽ തറയ്ക്കും അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലും. സോക്രട്ടീസ് അച്ഛൻ പുരോഹിതനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞ 2ാമത്തെ 3ാമത്തെ തലമുറയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പടം വെച്ച് പൂജിക്കാൻ തുടങ്ങും. പക്ഷെ അവിടെ ഒരു പ്രത്യേകത, ആ പടത്തിന്റെ ഇപ്പുറത്ത് ഒരു ഭണ്ണാരപ്പെട്ടിയും കൂടെ കാണും. അതാണ് ഈ സംഘടിത മതങ്ങൾക്കൊക്കെ വരുന്ന ഒരു അപജയം. അതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് മനുഷ്യന്റെ ഒരു സ്വഭാവം. മനുഷ്യൻ ചേരുന്നതാണല്ലോ ഈ മതം എന്ന് പറയുന്നത്. മതത്തിന് മാത്രമല്ല എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഈ പ്രശ്നം എല്ലായിടത്തും വരുന്നതാണ്. ഇപ്പോ കമ്മ്യൂണിസം ആയാലും സോഷ്യലിസം ആയാലും ഗാന്ധിസം ആയാലും ജനാധിപത്യമായാലും എവിടെയും ഉണ്ടാകുന്നതാണ് ഇതുവരെ. എവിടെ ഒരു ഘടനയുണ്ടോ അവിടെ ഒരു അപജയത്തിന്റെ വിത്തുണ്ട്. ഇപ്പോഴത്തെ ക്രിസ്തീയ ലോകം മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു 20 ആണ്ടുകൾക്ക് മുമ്പ് വരെ വളരെ ശക്തമായ നവീകരണ പ്രസ്ഥാനങ്ങളുടെ ചലനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. നേരത്തെ സാറ് തന്നെ പരാമർശിച്ച ദൈവശാസ്ത്രം, വിമോചന ദൈവശാസ്ത്രം പോലെ അത്തരം ധാരകളൊക്കെ ക്ഷീണിച്ചു പോവുകയാണോ? വീണ്ടും മൂല്യരഹിതമായ ഒരവസ്ഥ നിലനിൽക്കുന്ന, സ്ഥാപനവൽകൃതമായ അവസ്ഥ നിലനിൽക്കുന്ന ആ രീതിക്ക് തന്നെയാണോ ശക്തി വരുന്നത്? അങ്ങനെയല്ല സംഭവിച്ചത്. അതായത് 2 തരത്തിൽ ആണ് അതിനെ കാണേണ്ടത്. ഒന്ന്, വിമോചന ദൈവശാസ്ത്രത്തിന്റെ ഒരു പ്രാമുഖ്യം പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. അത് ലാറ്റിൻ അമേരിക്കയിൽ വന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടർച്ചയായിട്ട് വന്നതാണ്. അത് വിമോചന ദൈവശാസ്ത്രം അത്യന്തം പ്രസക്തമായിരുന്നൊരു കാലയളവിൽ നിന്ന് ചരിത്രത്തിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ട് തന്നെ അതിന്റെ പ്രസക്തി കുറയേണ്ടി വന്നു. കാരണം മറ്റ് ശക്തികളും മറ്റ് ആശയങ്ങളും നമ്മുടെ ഷാവേസിനെ പോലുള്ള ആളുകൾ വരുന്ന അതിനു മുമ്പുള്ള സമയത്താണ് ഈ വിമോചന ദൈവശാസ്ത്രം വരുന്നത്.
അപ്പൊ അതുകൊണ്ട് അത് ആ സാമൂഹ്യമായ ചുറ്റുപാടുകളുമായി ബന്ധപ്പെടുത്തി കാണേണ്ട ഒരു വിഷയമാണ്. പക്ഷെ വേറൊരു വശതനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ യഥാർത്ഥമായ ക്രിസ്തുമതം എന്നുള്ള താല്പര്യമുള്ള പല ആളുകളും ഈ കരിസ്മാറ്റിക് മൂവ്മെന്റിലേക്ക് പോകാൻ തുടങ്ങി. അപ്പൊ അത് ഇപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചസ് എന്ന് പറയുള്ളൂ, അതായത് പിന്നെ പുരാതന സഭകൾ എന്നൊക്കെ പറയുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് കൂടിയിട്ട് അവിടെ പാട്ട് വേള അങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈൻ, അതിനകത്ത് ഒരുപാട് ആധ്യാത്മിക അനുഭവങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്നു, അവർക്ക് തോന്നാൻ തുടങ്ങി. സ്പിരിച്വൽ എക്സ്റ്റസി, ദൈവിക ശുശ്രൂഷ എന്നൊക്കെ പറയുന്ന രോഗശാന്തി ശുശ്രൂഷ പോലുള്ള ആ പ്രസ്ഥാനങ്ങൾക്കോ ധാരകൾക്കോ താങ്കൾ എതിരാണോ? ഞാനെതിരല്ല. രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്നത് തന്നെ അതിനകത്തൊക്കെ ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? ക്രിസ്തു തന്നെ അത് ചെയ്തിട്ടുണ്ടെന്ന് അല്ല, യേശു ക്രിസ്തു ധാരാളം രോഗികളെ സൗഖ്യമാക്കി. ആ കാലത്ത് സമ്പ്രദായത്തിൽ ജനങ്ങളോടൊക്കെ അത് ആവശ്യമായിരുന്നു. ഉദാഹരണത്തിന് ഇന്നിപ്പോ നമുക്കറിയാവുന്ന അപസ്മാരം, അതുപോലെ പല രോഗങ്ങൾ സൗഖ്യമാക്കാനുള്ള വളരെ ലളിതമായ നാട്ടിൻപുറത്തെ ഒരു സമ്പ്രദായമാണ് ചെയ്തിരുന്നത്. ഇപ്പോ ക്രിസ്തു തുപ്പല് മണ്ണിൽ കുഴച്ച് കണ്ണിൽ, അതൊക്കെ ഒരുതരം ഒറ്റമൂലി പ്രയോഗമായിരുന്നു ഒക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പല ആളുകളുടെയും ഒരു തെറ്റായ ധാരണ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ ദശകത്തിലും കാണുന്നത് ഈ ക്രിസ്തീയത എന്ന് പറയുന്നത് രോഗശാന്തി ശുശ്രൂഷയാണെന്നല്ല. അതല്ല, രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മരുന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യന് ബുദ്ധി കൊടുക്കുന്ന ദൈവം നടത്തുന്ന രോഗശാന്തിയാണ്. അത് അത്ഭുതമായിട്ട് ഇങ്ങനെ ഒരു പാസ്റ്റർ തൊട്ടാ ഉടനെ സൂക്കേട് മാറണമെന്ന് പറയുന്നിടത്ത് മാത്രമേ രോഗശാന്തി ഉള്ളെന്ന് പറയുന്നതിനാണ് ഞാനെതിര്. ഞാനത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാൻ പാടില്ല എന്നൊന്നുമില്ല, ഞാൻ തന്നെ അത് അനുഭവിച്ചിട്ടുള്ളതാണ്. ക്രിസ്തീയ രീതികൾക്ക് പുറത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ പുതിയ ലോകം നമ്മൾ നോക്കുമ്പോൾ കാണുന്ന സംഭവവികാസങ്ങളും ക്രിസ്തുനീതിയും തമ്മിൽ അഭിമുഖം നിൽക്കുകയാണെങ്കിൽ എന്ത് ആണ് താങ്കൾക്ക് തോന്നുന്നത് എന്ന് പറയാനുള്ള ഒരു ഘട്ടത്തിലേക്ക് ചർച്ച എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ ഒരുപാട് പ്രവണതകൾ ലോകത്തിലുണ്ടാവാം. അപ്പൊ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന നിലയ്ക്ക് എടുക്കുന്നു വാൾ സ്ട്രീറ്റ് പിടിച്ചെടുക്കൽ സമരം. 99% കയ്യിലല്ല അധികാരം, ഭരണം, സുഖസൗകര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 99% പേരിൽ കുറച്ചുപേർ രംഗത്ത് വരുന്നു, സമരം ചെയ്യുന്നു. ഇത് സത്യത്തിൽ ഹന്നാവിന്റെ അങ്ങാടി പോലെ ലോകം മാറുമ്പോ ഒരു ദേവാലയ ശുശ്രൂഷ പോലെ നടത്തുന്ന ഒരു കാര്യമായിട്ട് നമുക്കിപ്പോ കാണാമോ? അത് പൂർണ്ണമായി ശരിയായിരിക്കില്ല. കാരണം അതിപ്പോ അണ്ണാ ഹസാരയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. അത് ഒരു അടയാള പലകയാണ്, ഈ വഴി എന്ന് ചൂണ്ടിക്കാണിക്കാൻ. അതിനപ്പുറത്തേക്ക് അതിനെ വിഗ്രഹവൽക്കരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. എങ്കിൽ പോലും ഈ പുതിയ ലോകത്തിൽ സാമ്പത്തിക ക്രമത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും, അറിവുള്ളവനും ഇല്ലാത്തവനും തമ്മിലൊക്കെയുള്ള വിടവ് എന്ന് നമ്മൾ പറയുന്ന ആ പരമ്പരാഗതമായ ശൈലിയിൽ പറയുന്ന കാര്യം കൂടി വരുന്ന ഒരവസ്ഥയിൽ ക്രിസ്തീയ നീതിയിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ക്രിസ്മസിന്റെ ദിവസങ്ങളിലെങ്കിലും ആലോചിക്കാനുള്ള ചില വിഷയങ്ങൾ താങ്കൾക്ക് കൊടുക്കാനുള്ള, അവരെന്ത് ചെയ്യണം ഈ ലോകത്തിൽ? നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, എനിക്ക് എന്റെ സൗകര്യങ്ങൾ പോരാ, കൂടുതലായിട്ടത് വേണമെന്നുള്ള, അപ്പൊ അതൊന്ന് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു വാസനയാണ് വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത്. ആകാശത്തിലെ പറവകളുടെ ഉപമയാണ്. ആകാശത്തിലെ പറവകളെ പോലെ വേണമെന്നൊന്നും ഞാൻ പറയണില്ല. എല്ലാവർക്കും അങ്ങനെ ഒരുപോലെ എല്ലാം വേണ്ട, ഓരോരുത്തർക്കും ഓരോ വിളിയായിരിക്കും. ഇപ്പൊ മഹാത്മാഗാന്ധിക്ക് ഷർട്ട് ഇടണ്ടായിരുന്നു, എനിക്ക് കൊടവയറുള്ളതുകൊണ്ട് ഷർട്ട് ഇടാതെ വയ്യ ഏതായാലും. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോന്നല്ലേ. ഏതായാലും ക്രിസ്മസിനോടനുബന്ധിച്ച് ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ ക്രിസ്തു നീതിയെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച് പറയാൻ തയ്യാറായി എത്തിയ താങ്കൾക്ക് വളരെയധികം നന്ദി. എല്ലാ ആശംസകളും.